നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അലീന അവധി കുടിച്ചാനേയും പൗലോസിനെയും ബൈജുവിനെയും ഒക്കെ കൂട്ടി നേരെ കടയിലേക്ക് പോവാണ്. അപ്പൊ കടയുടെ കുറച്ച് ഇപ്പുറത്ത് മാറി എത്തിക്കഴിയുമ്പോഴത്തേനും അലീന അവധി കുടിച്ചാനോട് പറഞ്ഞു, അപ്പച്ചാ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അല്ല മോളെന്ത് ചെയ്യാൻ പോവാ? പൈച്ചേട്ടാ വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞു. എന്താ? അതെ, കടയിലേക്ക് തൽക്കാലം ആദ്യം ഞാൻ പോവാം, വണ്ടി ഇവിടെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അല്ല അതെന്താ അങ്ങനെ? അതും മതി തൽക്കാലത്തേക്ക്, ഞാൻ നിങ്ങളെ വിളിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അലീന ആ കടയിലേക്ക് വന്നു, പലചരക്കടയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം ഓരോ കിലോ വെച്ച് ഉള്ള ലിസ്റ്റ് വായിക്കുമ്പോഴത്തേനും കടയിലുള്ള സ്റ്റാഫ് പറഞ്ഞു, ഇങ്ങ് അന്നേരം ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ലിസ്റ്റ് അങ്ങ് അലീന കൊടുത്തു. എന്നിട്ട് അലീന കടക്കാരനോട് ചോദിച്ചു, അല്ല ഇവിടെ ന്യായവിലക്കല്ലേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്? അതെ, ന്യായവിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ 1 രൂപ കൂട്ടി മേടിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല കൊച്ചിനെ, എവിടുന്നാന്ന് ചോദിച്ചു. കഴക്കൂട്ടത്തിന്നാ. അല്ല അത് തിരുവനന്തപുരം എവിടെയുള്ള സ്ഥലമല്ലേ? അതെ, തിരുവനന്തപുരത്തുള്ളതാണ്. അല്ല ഇപ്പം ഇവിടെ എവിടെയാ എന്ന് ചോദിച്ചു. ഇവിടെ കുറച്ച് അടുത്തായിട്ടാന്ന് പറഞ്ഞു ഇപ്പം താമസിക്കുന്നേ. ഓ, ജോലിക്ക് വന്നാണോന്ന് ചോദിച്ചു. അതെ, ജോലിക്ക് വന്നതാന്ന് പറഞ്ഞു. എവിടെയാ ജോലി ചെയ്യുന്നത്? സ്റ്റാൻലി ജോസഫിന്റെ കമ്പനിയിലാന്ന് പറഞ്ഞു. ഓ, അവിടെയാണല്ലേ. അവിടുത്തെ വീട്ടുകാർക്ക് ഇവിടെ വന്ന സാധനം മേടിക്കുന്നത് ആണോ? അതേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ പോയേ എൻ്റെ സഞ്ചി എടുത്തോണ്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന നേരെ ജീപ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവത് കുടിച്ചാനോട് പറഞ്ഞു, വല്യപ്പച്ചനും ബായിച്ചേട്ടനും കൂടെ ചെന്നേ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളുടെ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആ പറ്റുബുക്കിലേക്ക് എഴുതി വാങ്ങിക്കാൻ പറഞ്ഞു. ശരി മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പൗലോസ് ആകെപ്പാടെ വിഷമിച്ചിരിക്കണം. പൗലോസിൻ്റെ അടുത്ത് നിന്ന് അലീന പറഞ്ഞു, പൗലോസ് ചേട്ടാ നമുക്കും പതുക്കെ അവിടേക്ക് പോയാലോ എന്ന് ചോദിച്ചു. പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. അല്ല അറിയണമല്ലോ, പൗലോസ് ചേട്ടനെ അങ്ങേര് പറ്റിക്കുന്നുണ്ടല്ലോ എന്ന് അറിയണമല്ലോ. എന്താണെങ്കിലും ഞാൻ കുറച്ച് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണ് കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അയാൾ പറ്റിക്കുവാണെങ്കിൽ അയാളുടെ മുന്നിൽ വെച്ച് തന്നെ കള്ളത്തരം പിടികൂടണ്ടേ? പൗലോസേട്ടൻ ഇറങ്ങി വരാൻ പറഞ്ഞു. പൗലോസ് ഒന്നും മിണ്ടാതിരിക്കുവാണ്. എന്താ പൗലോസേട്ടൻ ഇറങ്ങണില്ലേന്ന് ചോദിച്ചു. പൗലോസേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഒടുവിൽ പൗലോസിന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ നേരെ കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവത് കുടിച്ചാനും ബൈജുവും കൂടെ വന്നിട്ട് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ അങ്ങനെ പറ്റുബുക്കിലായിട്ട് കുറിപ്പിക്കുവാണ്. സാധനങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം കുറിപ്പിക്കുവാണ്. നല്ല സായുധത്തെ കുറിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കുടിച്ച് ഞാൻ പറഞ്ഞു, അതെ പറ്റുബുക്ക് എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കുറിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അലീനയും പൗലോസും കൂടെ അവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് അലീന ബുക്ക് വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അരി 40 കിലോ. 40 കിലോ ഇതെങ്ങനെയാ പൗലോസ് ചേട്ടാ 40 കിലോ എന്ന് ചോദിച്ചു. പൗലോസ് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് ഇന്നലത്തെ കൂടെ കൂട്ടിയാന്ന് പറഞ്ഞു. ഇന്നലത്തെ കൂടെ കൂട്ടിയോ? ഇന്നലത്തെ 20. ഓഹോ, അപ്പൊ നീ 10 എന്നല്ലാടെ പറഞ്ഞേ? ഇന്നലെ 10 മേടിച്ചെന്നല്ലാടെ പറഞ്ഞേ? എന്നാ അത് കുടിച്ചാൻ ചോദിച്ചു. പഞ്ചസാര 15 കിലോ എല്ലാം കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. എണ്ണ 10 കിലോ, അതുപോലെ തന്നെ ആട്ട എല്ലാം കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അലീനയ്ക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അലീന രൂക്ഷമായിട്ട് നോക്കുമ്പോൾ പൗലോസും മുഖം ഓടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ബൈജുവിനോട് പറഞ്ഞു, ബൈജുവിനൊരു കാര്യം ചെയ്യാം, പോയി ആ സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. അവത് കുടിച്ചാൻ പറഞ്ഞു. അതെ, ആ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വെക്ക്. നമുക്ക് കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമല്ലോ. കാര്യം എന്താണെങ്കിലും ശരി, ആ സാധനങ്ങൾ തൂക്കം ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വണ്ടി ഇവിടേക്ക് കൊണ്ടിട്ടാൽ മതി, കയറ്റാനും ഇറക്കാനും എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ബൈജു പോയി ജീപ്പ് എടുത്തോണ്ട് വന്നു. ജീപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇറക്കാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് അലീന കടക്കാരനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് 1 കിലോ അരി തന്നെ മട്ട അരി തന്നെ 54 രൂപയ്ക്കാണ്, ഇവിടെ 75 രൂപ. അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളുടെ എല്ലാം പഞ്ചസാരയ്ക്കാണെങ്കിലോ 1 കിലോയ്ക്ക് 68 രൂപ ഇട്ടേക്കുന്നത്, ഇവിടെയാണെങ്കിലോ വെറും 45 രൂപ എനിക്കിട്ടതില്. അതുപോലെ വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ 450, ഇവിടെ 300 രൂപ. എന്താ ചേട്ടാ ഇത്? രണ്ടും 2 വിലയാണോ അത്? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, പറ്റുപടിയാകുമ്പോഴേ കുറച്ച് സാധനങ്ങൾക്ക് വില കൂട്ടിയിടൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും അവത് കുടിച്ചാൻ ചോദിച്ചു, അതെന്ത് തന്തയില്ലാത്ത വർത്താനമാടാ നീ പറയണത്? ഇങ്ങനെ ആണ്ടാ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, സൗകര്യം ഉണ്ട് വാങ്ങിച്ചോണ്ട് പോയാൽ മതി, എനിക്കൊരു നിർബന്ധമില്ലെന്ന് പറഞ്ഞു. അവത് കുടിച്ചാലും ദേഷ്യം വന്നു. അലീനയോട് അയാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവത് കുടിച്ചാൻ പറഞ്ഞത് ആരാന്നറിയാവോ? സ്റ്റാലിയുടെ മകളാണ് എന്ന് പറഞ്ഞു.
എന്നും പറഞ്ഞ് അവതക്കുടിച്ചാൻ അലീനെ അങ്ങ് ചേർത്ത് പിടിച്ചു. നിന്നെപ്പോലെ ഒന്നുമല്ല, ഇവള് ബുദ്ധിമതിയാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിന്റെയൊക്കെ കള്ളത്തരം പിടികൂടാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇത് വലിപ്പിച്ച വഴക്കും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ വന്ന കാര്യം നമുക്ക് നടത്തിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് തൂക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴേക്കും കടക്കാരൻ ചോദിച്ചു, ഇതെന്ന് തന്നെ സാധനങ്ങളൊക്കെ തൂക്കി നോക്കുന്നേ? തൂക്കം ഉണ്ടോ അല്ലേ ഞങ്ങൾക്ക് നോക്കണ്ടേ, ഇതിന് തൂക്കം കുറവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കടക്കാരൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് സാധനങ്ങൾക്ക് തൂക്കമില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ വീട്ടിൽ കൊട്ടിയിട്ടിട്ട് വന്നോണെന്ന് ആര് കണ്ടു? കുറച്ചെടുത്ത് മാറ്റിയിട്ട് വന്നിട്ട് ചിലപ്പോൾ സാധനങ്ങൾക്ക് തൂക്കമില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും. അതൊക്കെ അപ്പം തന്നെ പറയേണ്ട കാര്യം, അല്ലാതെ പിന്നെ അല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് കുടിച്ച് വെച്ചു, ഇതെന്താടാ ഒരാണ്ട് കഴിഞ്ഞോ, കഷ്ടിച്ച് 1 മണിക്കൂർ പോലും ആയില്ലോ, അതിനു മുമ്പ് ഞങ്ങൾ സാധനമായിട്ട് വന്നില്ലേ, അതെന്തേലും ആയിക്കോട്ടെ, ഇവിടുന്ന് സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന് തൂക്കക്കുറവാന്നും പറഞ്ഞ് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് കുടിച്ചാലും ദേഷ്യം വന്നു. എടാ, എൻ്റെ ലാലിച്ചം വിചാരിച്ച 1 മണിക്കൂർ പോലും വേണ്ട നിന്റെ കട പൂട്ടിക്കാനായിട്ട്, മനസ്സിലായല്ലോ? നിന്റെ കടയെടുത്ത് വേണേ അവന് തോട്ടിലെറിയുമെന്ന് പറഞ്ഞു. അവൻ്റെ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട വലിപ്പിച്ച വഴക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അലീന കടക്കാരൻ്റെ പറഞ്ഞു, എന്നാലും ചേട്ടാ, ഇതുപോലെ കൊള്ള ലാഭം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇത് കുറച്ച് അന്യായം തന്നെയാണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ, കൂടുതലൊന്നും സംസാരിക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. അത് കുട്ടിച്ചായൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. കേണൽ സ്റ്റാലി ജോസഫിന്റെ അപ്പനോടാ നീ കളിക്കണമെന്നുള്ളൊരു ചിന്ത വേണം. നിന്റെ കാരണം ഒടിച്ച് നാളിലങ്ങ് തന്നാണ്ടല്ലോ. അപ്പോഴേക്കും അലീന ബൈജുവിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഈ സാധനങ്ങളൊക്കെ ജീപ്പിലേക്ക് അങ്ങോട്ട് കയറ്റി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സാധനങ്ങളൊക്കെ ജീപ്പിലേക്ക് കയറ്റി വെക്കുവാണ്. അത് കുടിച്ചാലും അലീനയും കൂടെ അങ്ങോട്ട് പോകാനിറങ്ങിയപ്പോഴത്തേനും കടയിലെ ആ സ്റ്റാഫ് വൈകി വന്നിട്ട് പറഞ്ഞു, അല്ല, കെട്ടിവെച്ച സാധനങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. അലീന ലിസ്റ്റ് പറഞ്ഞ സാധനങ്ങളൊക്കെ. അത് കുടിച്ചാണ് ദേഷ്യം വന്നു. അത് നീ നിന്റെ മുതലാളിയും കൂടെ കൊണ്ട പുഴുങ്ങി തിന്നടാ എന്ന് പറഞ്ഞു. പിന്നീട് വാ മോളെ കയറാൻ പറഞ്ഞു. അങ്ങനെ അവനും കൂടെ കയറി ജീപ്പ് നേരെ വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവര് വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് പൗലോസ് പെട്ടെന്ന് ജീപ്പിൽ ചാടി ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അലീന ചോദിച്ചു, എങ്ങോട്ടാ പൗലോസ് ചേട്ടാ ഓടുന്നേ? പൗലോസ് ചേട്ടൻ എന്തെങ്കിലും ധൃതി ഉണ്ടോ എന്ന് ചോദിച്ചു. പൗലോസ് ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ബൈജുവിനോട് പറഞ്ഞു, ബൈച്ചേട്ടാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. ശരി, പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ബൈജുവിനെയും കൂടെ അങ്ങോട്ട് വിളിച്ചു. സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് എനിക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്താ കുഞ്ഞ്, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എന്താണെന്നോ? അല്ല, എന്തൊക്കെയാ ശരിക്കും നടക്കുന്നത്? നിങ്ങൾ എൻ്റെ പപ്പയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അത് പിന്നെ കുഞ്ഞെ, ഞങ്ങൾ സത്യം പറ, ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ ലാഭവും കാര്യങ്ങളും എങ്ങനെയാ? നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ കടക്കാരനുമായിട്ട് നിങ്ങൾ ടൈപ്പായി എന്നുള്ള കാര്യം മനസ്സിലായി. അതിനകത്ത് നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും? എനിക്കതറിയണമെന്ന് പറഞ്ഞു. പക്ഷേ പൗലോസോ ബൈജു ഒന്നും മിണ്ടിയില്ല. ഓ, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ, എന്താടാ നിനക്കൊക്കെ പറഞ്ഞാൽ എന്നപ്പോഴേക്കും അവത് കുടിച്ചാൻ ദേഷ്യത്തോടെ ചോദിച്ചു. അലീന പറഞ്ഞു, വേണ്ട വലിപ്പിച്ച, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബൈജു പറഞ്ഞു, അത് പിന്നെ എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാനിത് പപ്പയോട് പറയാം ഇപ്പം തന്നെ. പപ്പായ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. അതെ, ഞങ്ങൾ പോയിക്കൊള്ളാം കുഞ്ഞെന്ന് ബൈജു പറഞ്ഞു. പോവേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം, അല്ല പപ്പായോട് പറയും. അയ്യോ പറയല്ലോ കുഞ്ഞെ, ദൈവത്തെ ഓർത്ത് പറയരുത് എന്ന് പറഞ്ഞു. അലീന പറഞ്ഞെങ്കിൽ കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴേക്കും ബൈജു ചാടി പറഞ്ഞു, അത് പിന്നെ എനിക്ക് 4-1 കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് 4-1 എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം വിനോദിന്, പിന്നെ കടക്കാരന്, ഒന്ന് പൗലോസിന്, പിന്നെ ഒന്ന് ബൈജുവിന്, അങ്ങനെയാണ്. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ. അപ്പം ആൻ്റപ്പൻ ചേട്ടനോ? ആൻ്റപ്പൻ ചേട്ടനില്ല. ആൻ്റപ്പൻ ചേട്ടൻ കണ്ണടച്ച് വിടുന്നതിന് ആൻ്റപ്പൻ ചേട്ടന് 1 അര വാങ്ങിച്ചു കൊടുക്കും. അരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ മദ്യം വാങ്ങിച്ചു കൊടുക്കും. ഓ, അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. എന്നിട്ട് ഇന്ന് മദ്യം വാങ്ങിയില്ലെന്ന് ചോദിച്ചു. ഇന്ന് വാങ്ങിയിട്ടുണ്ട്, വണ്ടിക്കകത്തിരിപ്പുണ്ടായിരുന്നു പറഞ്ഞു. ഓ, ഒരു കാര്യം ചെയ്യുക, അതെൻ്റെ കൊണ്ട് തന്നേക്കണമെന്ന് പറഞ്ഞു. ഇപ്പം വേണ്ട, ഇത്തിരി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. ശരി കുഞ്ഞേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചോദിച്ചു, അല്ല, ഈ 4-1 വീതം എന്ന് പറഞ്ഞല്ലോ, അത് എത്ര വരുമെന്ന് ചോദിച്ചു. ഒരു 10-25 വരും. 25 ലക്ഷമാണോ? അല്ല, 25,000. ഓ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ 1 മാസത്തെ കണക്ക് അതാണല്ലേ. നിങ്ങൾക്ക് എങ്ങനെ തോന്നും ബൈച്ചേട്ടാ, ഇത്ര സ്നേഹത്തോടെ പപ്പ നിങ്ങൾ ഇത്രയും വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ വഞ്ചിക്കാനായിട്ട്? അല്ല, ഇത് കൂടാതെ ബൈച്ചേട്ടന് വേറെ ഉണ്ടല്ലോ, വണ്ടിയുടെ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം അതോ? അത് വണ്ടി സർവീസിങ്, ഓയില്, പെട്രോള്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തുക. ഓ, അപ്പം എല്ലാം ഉണ്ടല്ലേ, കൊള്ളാലോ. ഇനി ഒരു കാര്യം ഞാൻ പറയാം,
പെട്രോൾ അടിക്കാനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ബില്ലും കാര്യങ്ങളും കൊണ്ടേ തരണമെന്ന് പറഞ്ഞു. ശരി കുഞ്ഞ്, കൊണ്ടേ തരാം, പക്ഷേ സാബിനോടൊന്നും പറയരുതെന്ന് പറഞ്ഞു. പൗലോസ് ഒന്നും മിണ്ടാൻ നിൽക്കോടാ. എന്താ പൗലോസേട്ടാ? പൗലോസേട്ടൻ നാ പറഞ്ഞ് പോയെന്ന് ചോദിച്ചു. ഇതുപോലൊന്നും ആയിരുന്നില്ലോ. പൗലോസേട്ടനെ എൻ്റെ പപ്പായ്ക്ക് എത്രമാത്രം വിശ്വാസം എന്നറിയായിരുന്നല്ലോ. എന്നിട്ട് പൗലോസേട്ടനെ ചതിച്ചില്ലേ? കഷ്ടമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? കൂടത്ത് നിൽക്കുന്ന ഒരാളെ ചതിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കുടിച്ചാലും നല്ല ദേഷ്യമാണ്. അത് കുടിച്ചാൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടല് മോളെ, ഇപ്പം തന്നെ സ്റ്റാലിനോട് പറയണം. വേണ്ട വല്യപ്പച്ച, ഒരു തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ബൈജുവിനോട് പറഞ്ഞു അതിങ്ങ് എടുത്തോണ്ട് തന്നേക്കാൻ പറഞ്ഞു 6 ലിറ്റർ. അങ്ങനെ അലീന അത് വാങ്ങി. അലീന വാങ്ങിയിട്ട് നേരെ ആൻ്റപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആൻ്റപ്പന് മുറിയിലുണ്ടായിരുന്നു. ആൻ്റപ്പ ചേട്ടൻ ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. അയ്യോ, എന്തിനാ കുഞ്ഞാ കണ്ണടയ്ക്കുന്നത്? ഓ, ഞാൻ പറഞ്ഞ കണ്ണടയ്ക്കാൻ ബുദ്ധിമുട്ടാണോ? മറ്റു പല കാര്യങ്ങളും ആൻ്റപ്പൻ ചേട്ടൻ കണ്ണടച്ച് വിടാറുണ്ടല്ലോ, പിന്നെന്താ? ഒടുവിൽ കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന മദ്യക്കുപ്പി അങ്ങോട്ട് കൊടുക്കണം. ഇതെന്താ കുഞ്ഞത്? ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. ആൻ്റപ്പൻ ചേട്ടൻ ഇപ്പോൾ ഇത് പിടിക്കുക. അല്ല, ഞാൻ വലിയ മദ്യപാനിയൊന്നും അല്ല. ഇതെന്തിനാ അത് വാങ്ങിച്ചോണ്ട് വന്നേ? എന്തിനാന്നോ? ആൻ്റപ്പൻ ചേട്ടൻ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും കണ്ണടച്ച് വിടുന്നില്ലേ? അതിന് പ്രതിഫലമായിട്ട് ആൻ്റപ്പൻ ചേട്ടൻ കിട്ടുന്ന ഈ ലെറ്ററല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ ആൻ്റപ്പൻ ചേട്ടനുള്ള ഞാൻ വാങ്ങിച്ചു വന്നോളാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആൻ്റപ്പൻ്റെ മുഖം കൂടി വിളറി വെളുത്തു. അല്ല കുഞ്ഞെ, അത് പിന്നെ ഞാൻ എങ്ങനെ തോന്നുന്നു? എൻ്റെ പപ്പയുടെ വലം കൈ ആയിട്ട് നിൽക്കുന്നല്ലേ, വിശ്വസ്തന്, എത്രയോ കാലങ്ങളായി കൂടെ നിൽക്കുന്നേ. എന്നിട്ട് എൻ്റെ പപ്പാനെ ചതിക്കാനായിട്ട് എങ്ങനെ തോന്നി? ഇതെങ്ങാനും എൻ്റെ പപ്പ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ആൻ്റപ്പൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആൻ്റപ്പൻ പറഞ്ഞു സോറി കുഞ്ഞെ, ദൈവത്തെ ഓർത്ത് പറയരുത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. കേണൽ സാബ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കേണൽ സാബിൻ്റെ മുന്നിൽ പോയി നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കരയുവേണം. അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാരണം ആൻ്റപ്പൻ ചേട്ടനെ പോലെ ഇത്ര വിശ്വസ്തനായിട്ടിരുന്ന ഒരാൾ പപ്പാനെ പറ്റിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.